ഗൈസ്, ഈ വണ്ടിക്ക് ഒരു ചെറിയൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട് കേട്ടോ. ചില ടൈമിൽ വണ്ടി സ്റ്റാർട്ട് എടുക്കണില്ല. അപ്പം അതെന്താണെന്നറിയാൻ വേണ്ടി നമ്മൾ സ്റ്റാർട്ടർ അടിക്കാൻ വേണ്ടി പോകണേ. ബ്രഷ് പോയതാണെങ്കിൽ ബ്രഷ് മാറാനുള്ള പരിപാടിയാണ്. ബ്രഷ് മേടിച്ചിട്ടുണ്ട് നമ്മ. അല്ലെങ്കിൽ എന്താണെന്ന് നോക്കണം. ആർമേച്ചർ പോയിട്ടുണ്ടെങ്കിൽ ഇനി അത് മാറേണ്ടി വരും. അപ്പം നമ്മൾ ഇത് അഴിച്ചെടുക്കാൻ പോണേ കേട്ടോ. അപ്പം ആദ്യം തന്നെ ഇതിൻ്റെ ടെർമിനൽ തന്നെ ഊരണം കേട്ടോ. അത് നമുക്ക് ടെർമിനൽ ഊരിയെടുക്കാം. അടുത്തത് നമുക്ക് സ്റ്റാർട്ടറിൻ്റെ 2 എലൻ ബോൾട്ടിലാണ് അത് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ 2 എലൻ ബോൾട്ട് ഉണ്ട്. അപ്പോൾ അതഴിക്കാൻ എലൻ കീയും നമ്മൾ കണക്റ്റിംഗ് കാർഡും കൂടി ഇട്ട് റാച്ചറ്റിലിട്ട് പിടിക്കണേണ്ട. അത് വലിയ സീനില്ലാതെ അഴിഞ്ഞ് വരും. ഇപ്പോൾ 2 ബോൾട്ട് ഉണ്ട് അടിയിലും മേളിലും. നമുക്ക് 2 ഇപ്പോൾ ഊരിയെടുക്കാം കേട്ടോ. അപ്പോൾ സ്റ്റാർട്ടർ നമ്മുടെ കയ്യിൽ കിട്ടും. ഗൈസ്, ഇത് കണ്ട നമ്മൾ മാർക്ക് ഇടണണ്ട. ഇതേപോലെ 2 മാർക്ക് നമ്മൾ മോട്ടറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓൾറെഡി ഇതിൽ മാർക്കുണ്ട്, എന്നാലും നമ്മുടെ പേർക്ക് 2 മാർക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരിക്കലും മാറിപ്പോണ്ടിരിക്കണം. വേറെ ഒന്നുമല്ല, അത് മാറിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് സെറ്റ് ചെയ്താൽ ക്ലിയർ ആവില്ല. ഇതാകുമ്പോൾ കറക്റ്റായിരിക്കുമല്ലോ. എൻ്റെ മോനെ ആർമേച്ചർ നോക്കി. എൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. 1.5 ലക്ഷം കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. അപ്പോൾ ഇതൊക്കെ തന്നെ ധാരാളം, ഉത്തരം കിട്ടിയത് തന്നെ ധാരാളമാണെന്നേ ഞാൻ പറയുള്ളൂ. ഇപ്പം എന്തായാലും ആർമേച്ചർ മാറണം. ഇപ്പം എന്തായാലും നമ്മൾ ആർമേച്ചർ മേടിച്ചിട്ടില്ല, സമയമൊക്കെ വൈകിയിരിക്കണേ. അപ്പോൾ ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞിട്ട് മാറാനുള്ള സെറ്റപ്പാണ്. ഇപ്പോൾ തൽക്കാലത്തേക്ക് പുതിയ നമ്മൾ മേടിച്ചേക്കണ കാർബൺ ഇട്ട് കൊടുക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ എന്താണെങ്കിലും ഇത് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ എല്ലാവരും ഇടയ്ക്ക് ജസ്റ്റ് ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. നല്ലതാണ്ട കാർബണൊക്കെ ഉണ്ടാകുന്നൊക്കെ നോക്കണം. കാർബണൊക്കെ തീർന്ന് പറ്റിയിട്ടിരുന്ന് സ്റ്റാർട്ടറൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഇത് തേയ്മാനമൊക്കെ ഒന്നാകെ പോകും, നശിഞ്ഞു പോകും. ഇതിൻ്റെ അത് 2 സ്റ്റാർ സ്ക്രൂ ഉണ്ട് കേട്ടോ. 2 സ്റ്റാർ സ്ക്രൂ ഊരിയെടുത്ത അതിൻ്റെ ഒപ്പം 2 കാർബൺ ബ്രഷും ഉണ്ടാവും. അത് 2 ഊരിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ഫുൾ അസംബ്ലി ആയിട്ടാണ് നമ്മൾ മാറണത്. അപ്പോൾ ഇത് നമ്മുടെ കയ്യിലോട്ട് കിട്ടും കേട്ടോ. കണ്ടോ, സിമ്പിളാണ്. അപ്പോൾ പുറത്ത് ഒരു ബോൾട്ട് ഉണ്ട്. ആ ബോൾട്ടിൻ്റെ നെറ്റ് ആദ്യം അഴിച്ചിടണേ. അതിൻ്റെ ഉള്ളിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ക്യാപ്പ് ഉണ്ട്. ഇനി നമുക്കിതെല്ലാം ക്ലീൻ ചെയ്യാം കേട്ടോ. നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം 2ാമത് സെറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യട്ടെ കേട്ടോ. ഗൈസ്, അപ്പോൾ നമ്മൾ ബ്രഷ് കിറ്റ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റേറ്റ് വന്നത് 264 രൂപയാണ്.
ഇനി നമുക്ക് കാർബൺ ബ്രഷ് ഇതിൻ്റെ അകത്തോട്ട് കയറ്റി കൊടുക്കണം കേട്ടോ. അതിൻ്റെ പൊസിഷനൊക്കെ നോക്കി കറക്റ്റായിട്ട് കയറ്റിയെടുത്ത് ഒരു സ്ലൈഡ് എടുത്തിട്ടുണ്ട്. അത് ആ സ്പ്രിങ്ങിൻ്റെ ഇടയിൽ കയറ്റി നമ്മൾ ലോക്ക് ചെയ്ത് നോക്കണം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ആർമേച്ചർ ഇടാൻ പറ്റില്ല. 4 കാർബൺ മണ്ണ്. അപ്പോൾ നമുക്കിനി 4 കാർബണും ഇതിൻ്റെ അകത്തോട്ട് കയറ്റിയിട്ട് സ്പ്രിങ്ങൊക്കെ ഇട്ട് സെറ്റാക്കി വെക്കാം കേട്ടോ. 4 പിന്നും കയറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ആർമേച്ചർ നമുക്ക് പയ്യെ അങ്ങ് ഇറക്കി കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ആ വെച്ച പിന്നൊക്കെ ക്ലിപ്പ് എല്ലാം നമുക്ക് ഊരിയെടുക്കാം കേട്ടോ. ആർമേച്ചർ അവിടെ കറക്റ്റായിട്ട് നോക്കും. ഇപ്പം നമ്മൾ ആർമേച്ചറിൻ്റെ കവർ ഇടാൻ പോണേ. അപ്പോൾ അതേ ലൈൻ കണ്ട 2 ലൈൻ വരച്ചേക്കണം. കറക്റ്റ് ആ സ്ഥലത്ത് തന്നെ വന്ന രീതിയിൽ നമുക്ക് ഇടണം കേട്ടോ. അപ്പോൾ ഇതിലാ നേരത്ത് സൂക്ഷിക്കണം. ഇതിൽ മാഗ്നറ്റ് പവർ ഉള്ളതുകൊണ്ട് ഇതിറക്കാൻ നേരത്തേക്ക് ആർമേച്ചർ ചാടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കാർബണിൽ നിന്നൊക്കെ വിട്ടു അങ്ങനെ വന്നാൽ പണി കിട്ടും. അപ്പോൾ രണ്ടാമത് സെറ്റ് ചെയ്യണം. അപ്പോൾ അതിന് പകരം സൂക്ഷിച്ചിട്ടാൽ മതി. അപ്പോൾ അതേ നമ്മൾ ലൈനൊക്കെ കറക്റ്റാക്കി സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബെൻഡെക്സിൻ്റെ ഏരിയ ഫ്രണ്ട് നമുക്ക് സെറ്റ് ചെയ്യാം കേട്ടോ. അതിൽ നമ്മൾ ലൈൻ ഇട്ടിട്ടുണ്ട്. സെറ്റ് ചെയ്തിട്ട് നമുക്ക് കറക്റ്റായിട്ട് റെഡിയാക്കി എടുക്കാം. കണ്ടോ? ഓക്കെ, ഇപ്പോൾ ലൈൻ കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇത് ലൈൻ കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ 2 ബോൾട്ട് ഉണ്ട്. ആ ബോൾട്ടിൽ ഓറിങ് ഉണ്ട്. ആ ഓറിങ് കറക്റ്റായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ. ഓറിങ് ഇട്ട് പോകാൻ മറക്കരുത്. 2 ബോൾട്ടിട്ടുണ്ട്. ഇതിപ്പോൾ സ്റ്റാർട്ടർ മോട്ടറിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടോ. എല്ലാ സാധനം ഡയറക്റ്റ് കൊണ്ട് ഫിറ്റ് ചെയ്താൽ മതി. ഇതുണ്ടോ? സ്റ്റാർട്ട് ചെയ്തോ. അപ്പോൾ നമ്മുടെ വർക്ക് സക്സസ് ആയിട്ടുണ്ട്. വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഫോളോ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലോ.